ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോമ്പ് തുറക്ക് ബർഗറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് അല്ലേ ബർഗർ? ചിക്കൻ ഇല്ലാതെയാണ് കേട്ടോ ബർഗർ തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിൽ ഞാൻ 3 കോഴിമുട്ടയാണ് കേട്ടോ ഉടച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കോഴിമുട്ട ഉടച്ച് ഒഴിച്ചതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു സ്വല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയുമാണ് കേട്ടോ. ചിക്കൻ മസാല ഇട്ടിട്ട് നിങ്ങൾ കോഴിമുട്ട പൊരിച്ചിട്ടുണ്ടാകും. വളരെ രുചികരമായിട്ടിരിക്കും കേട്ടോ കോഴിമുട്ട ചിക്കൻ മസാല ചേർത്തിട്ട് പൊരിച്ചാൽ. ഇതുപോലെ ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളുപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കലക്കി കൊടുക്കുക. അങ്ങോട്ട് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കോഴിമുട്ട ഒഴിച്ചിട്ടൊന്നണ്ട് ചിക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ചിക്കി കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും തവി വെച്ചിട്ട് ഒന്നണ്ട് ചിക്കി കൊടുക്കാം. അപ്പം വളരെ കനം കുറഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് കിട്ടുന്നത് വരെ വേണം ഇത് ചിക്കി കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് ചിക്കി കൊടുക്കാം. ഇനി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കാബേജ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗത്തിൽ നിന്നും ഒരു 1/4 ഭാഗം എടുത്ത് വളരെ കനം കുറച്ച് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഞാൻ ക്യാരറ്റും അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് കുക്കുംബറും അരിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. മയോണൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 വെളുത്തുള്ളിയുടെ നടു പൊളിച്ചതും ഒരു നുള്ളു ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറുനാരങ്ങ ചെറുതായതിനാൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു കുപ്പിയുടെ മൂടിയിൽ കുറച്ചെടുത്ത് അത് മാത്രം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതുപോലെ വളരെ കട്ടിയുള്ള ഒരു മയോണൈസ് നമുക്ക് തയ്യാറായി കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. തയ്യാറാക്കിയെടുത്ത നമ്മുടെ മയോണൈസ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് തയ്യാറാക്കി മാറ്റി വെക്കാം കേട്ടോ. കണ്ടോ, നല്ല കട്ടിയുള്ള മയോണൈസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി ചേർന്നിട്ടാണ് എപ്പോഴും മയോണൈസ് തയ്യാറാക്കാറുള്ളത്. വളരെ രുചിയാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. ഇനി നമുക്ക് ബണ്ണെടുത്ത് അതിൻ്റെ നടുവൊന്ന് പൊളിച്ചു കൊടുക്കാം. മയോണൈസ് ഇതിൻ്റെ 2 സൈഡിലും നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. മയോണൈസ് ബണ്ണിൻ്റെ നടു പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം മയോണൈസ് തേച്ച് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ തക്കാളി സോസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി സോസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വെജിറ്റബിൾസും മുട്ട പൊരിച്ച ഫില്ലിങ്ങും കൂടിയിട്ടാണ്. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുട്ട പൊരിച്ച ഫില്ലിങ് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് കാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, കക്കരിക്ക അങ്ങനെ എന്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടായാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ നിറച്ച് കൊടുത്ത് നമുക്ക് ബർഗർ തയ്യാറാക്കാവുന്നതാണ്. മുട്ടയ്ക്ക് പകരം ചിക്കൻ പീസുകൾ വെച്ചിട്ടും നമുക്ക് ബർഗർ തയ്യാറാക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം.
ബർഗർ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ബൗളിലേക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് അതിലേക്ക് സുർക്ക ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഈ സൈസിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് അതിൻ്റെ ഫില്ലിങ്ങും ബണ്ണിലേക്ക് നിറച്ച് വെച്ചിട്ട് അങ്ങനെയും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ബൗളിൽ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരിയും ഉപ്പും മയോണൈസും നമ്മുടെ പൊരിച്ചെടുത്ത മുട്ടയും ചേർത്ത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അതും നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. വളരെ രുചികരമായ ഒരു ബണ്ണാണ് ബർഗർ ബൺ. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ നിറച്ചൊന്ന് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കൂ. വളരെ രുചികരമായ നമ്മുടെ ബൺ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ രുചികരമായ ഒരു ബർഗറാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യൂ.